വെറ്റില വെറുമൊരു ഇലയല്ല, അറിയുന്തോറും മൂല്യമേറിടുന്ന ഒരു ഔഷധം കൂടിയാണ്. സംസ്കൃതത്തിൽ നാഗവല്ലരി എന്നും സപ്തശിര എന്നുമാണ് വെറ്റിലയുടെ പേര്. വെറ്റിലയുടെ ജന്മദേശം ഭാരതമാണ്. മംഗളകർമ്മങ്ങളിൽ നമ്മൾ ഭാരതീയർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വെറ്റില. മഹത്വമുള്ളതും മംഗളകരവുമായ വെറ്റിലയെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണ്ടുവരുന്നത്. വെറ്റിലയുടെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും ഉള്ളിൽ വിഷ്ണുവും പുറത്ത് ചന്ദ്രനും കോണുകളിൽ ശിവനും ബ്രഹ്മാവും വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു. വെറ്റിലയുടെ ഞരമ്പുകളൊക്കെ വന്ന് സംഗമിക്കുന്ന വാലറ്റത്ത് ജ്യേഷ്ഠ ഭഗവതിയും വലതുഭാഗത്ത് പാർവതീ ദേവിയും ഇടതുഭാഗത്ത് ഭൂമിദേവിയും ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും എല്ലാ ഭാഗങ്ങളിലും കാമദേവനും സ്ഥിതി ചെയ്യുന്നു. ചുരുക്കത്തിൽ ത്രിമൂർത്തി സ്വരൂപവും ലക്ഷ്മി പ്രതീകവുമാണ് വെറ്റില. ഇനി വെറ്റിലയുടെ ചില കാര്യങ്ങൾ, രഹസ്യങ്ങൾ, നല്ല ശുഭകരമായ കാര്യങ്ങൾ. ശിവപാർവതിമാർ കൈലാസത്തിൽ മുളപ്പിച്ചെടുത്ത ഒരു സസ്യമാണത്രേ വെറ്റില. ഇതാണ് ഐതിഹ്യം. വെറ്റില പതിവായി കഴിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ താമ്പൂല പൂരിത മുഖി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗമുണ്ട്. മറ്റൊരു ഇലയ്ക്കുമില്ലാത്ത അനേകം പ്രത്യേകതകൾ വെറ്റിലയ്ക്കുണ്ട്. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ വെറ്റില വീട്ടിൽ നട്ടു പരിപാലിക്കുന്നതും ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ചും നമ്മുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ കോണായ കന്നിമൂലയിൽ വെറ്റില നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. വെറ്റില ചെടി നട്ടാൽ അതിൻ്റെ പരിസരം ശുദ്ധിയായി സൂക്ഷിക്കണം. സകാല ദേവതാ സാന്നിധ്യമുള്ള ഇടമാണ്. വെറ്റില അങ്ങനെ നട്ടുപരിപാലിക്കുന്നതോടെ ഭവനത്തിൽ ഐശ്വര്യം കളിയാടുമെന്നാണ് വിശ്വാസം. എല്ലാ മാസത്തിലെയും പൗർണമി വെളുത്തവാവ് ദിനത്തിൽ പ്രധാന വാതിലിനു മുകളിൽ വെറ്റിലകൾ ചേർത്ത് മാലയാക്കി തോരണമിടുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ഉത്തമമാണ്. ഹനുമാൻ സ്വാമിക്ക് ഏറെ പ്രിയങ്കരമായ ഒന്നാണ് വെറ്റില മാലകൾ. കാരണം രാമന്റെ വിജയം ആദ്യം സീതയെ അറിയിച്ചത് ഹനുമാനാണ്. ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ സീത അടുത്തുണ്ടായിരുന്ന വെറ്റിലകൾ പറിച്ച് ഹാരമാക്കി ഹനുമാനെ അണിയിച്ചു. ശനിയാഴ്ച തോറും ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലകൾ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ഹനുമാന് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശനിദോഷ ശാന്തിക്കും ആഗ്രഹ സാഫല്യത്തിനും തൊഴിൽ ക്ലേശ പരിഹാരത്തിനും ഉത്തമമാണത്രേ. മംഗളകർമ്മങ്ങളിൽ വെറ്റിലയും പാക്കും നാണയത്തൊട്ടും ദക്ഷിണയായി നൽകിയാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായ വെറ്റിലയുടെ അഗ്രഭാഗം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ചു വെക്കരുത്. മംഗളകർമ്മത്തിനായി കൊണ്ടുവരുന്ന വെറ്റില കെട്ടഴിച്ച് വെക്കണമെന്നാണ്. വാടിയതും കീറിയതുമായ വെറ്റില ശുഭകാര്യങ്ങൾ നല്ലതല്ല. വിവാഹമംഗള അവസരങ്ങളിൽ വധൂവരന്മാർ മുതിർന്നവർക്ക് വെറ്റിലയിൽ പാക്കും നാണയത്തൊട്ടും വെച്ച് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങുന്നത് ഒരു പ്രധാന ചടങ്ങാണ്. ഈശ്വരാധീനത്തോടെ ഐശ്വര്യപൂർണ്ണമായ ഒരു കുടുംബജീവിതം ലഭിക്കാൻ വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തുക. ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലയുടെ വാലറ്റം കൊടുക്കുന്ന ആളുടെ നേരെ വരത്തക്ക വിധമായിരിക്കാനും ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ കുറച്ച് ആരോഗ്യവശങ്ങൾ പറയാം. ഗുണകരമായതാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകാൻ സഹായിക്കും. സ്ഥിരമായ ഊർജ്ജത്തിനുള്ള കൊഴുപ്പുകൾ ലഭ്യമാകാൻ സഹായിക്കും. ചെമ്പ്, ഫോസ്ഫറസ്, ഇരുമ്പ് തുടങ്ങിയ അവശ്യ ധാതുക്കളും വിറ്റാമിൻ B6, C എന്നിവയും ശരീരത്തിന് ആവശ്യമായ കാൽസ്യവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഉയർന്ന രീതിയിൽ ഉണ്ടാകുന്ന രക്തസമ്മർദ്ദത്തെ ചെറുത്തു നിൽക്കാനുള്ള കഴിവും വെറ്റിലയ്ക്കുണ്ട്. ദഹനം മികച്ച രീതിയിൽ ആകാനും നല്ലതാണ്. വെറ്റിലയിൽ കെരോട്ടിൻ, ജീവകം C, തയാമിൻ, നിയാസിൻ, റൈബോഫ്ലോബിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. മുറിവ് പോലെയുള്ള വേദനയ്ക്ക് ഫലപ്രദമായ മരുന്നാണ് മുറിവുള്ള ഭാഗത്തേക്ക് വെറ്റില വെച്ച് കേട്ടൽ. കൂടാതെ വെറ്റില ചവച്ച് നീരിറക്കിയാൽ ഉള്ളിലെ വേദന കുറയാനും നല്ലതാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ സസ്യം, ഇതിനെ നമുക്ക് ദേവസസ്യമായി കരുതാൻ സാധിക്കും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഐശ്വര്യദായകമായ സസ്യമാണ്. ശിവനും പാർവതിയും മുളപ്പിച്ച സസ്യം എന്നാണ് വിശ്വാസം. എന്തായാലും വെറ്റില എപ്പോഴും ഹിന്ദു വിശ്വാസത്തിൽ പരിപാവനമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഇല തന്നെയാണ്, ഒരു ചെടി തന്നെയാണ്. ഇത് ഒരു അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവർക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. ന്യൂസ് ഡെസ്ക് കർമാനസ്.